ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉള്ള സമയത്താണ് കുറച്ച് നേരം മെനക്കെട്ടുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ ഈ വാതിലും ജനലും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. അല്ലാച്ചെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരും ഉള്ള സമയത്താണ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ. അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ട്. അമ്മ അതാ മാറാലൊക്കെ തട്ടുകയാണ്. അവിടെ മാറാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആകെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അമ്മ ജനലും ഒക്കെ ഒന്ന് വൃത്തിയൊക്കെയാണ്. അപ്പത്തിനും ഇതാ ഈ കുട്ടൻ നോക്കി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടും ചെയ്യാനും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ്. ഈ ബ്ലോഗ്സൊക്കെ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ കുറച്ച് നേരം അതായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജോലി തീർക്കും ചെയ്യാം. ഏട്ടത പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഏട്ടത പൊടിയൊക്കെ തട്ട് റൂമത്തെ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടുകയാട്ടെ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ്. കുളിച്ചപ്പോൾ നല്ല സുഖം കേട്ടോ. മേത്തൊക്കെ ചളിയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പോയപ്പോൾ ഒരു സുഖമുണ്ട്. നന്നായിട്ട് വിശക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ താത്ത ബിരിയാണി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ പ്രാവശ്യവും പെരുന്നാളിനും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഫുള്ള് ബിരിയാണി ഒക്കെ കൊടുന്നു തരും. ഇപ്രാവശ്യം 2 സ്ഥലത്തുനിന്ന് കൊടുന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3-4 സ്ഥലത്തുനിന്ന് കൊടുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലായതുകൊണ്ട് അമ്മ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി മാത്രമല്ല, ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഇത് നല്ല ബീഫ് ഒരുക്കിണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും കുശാലായി. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് ബിരിയാണി ഒക്കെ ഉള്ളതുകൊണ്ട് ബീഫ് നമ്മളിപ്പോൾ എടുക്കണില്ല, രാത്രി എടുക്കുക എന്തായാലും. അപ്പം എന്തായാലും നല്ല ചൂട് കൊടുക്കണം കൂടിയിട്ട് തന്നെ ഫുഡ് കഴിക്കട്ടെ. നല്ല വിശക്കണവും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല ആക്രാന്തമുള്ള കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. ബിരിയാണി വെച്ചാൽ പിന്നെ ഏട്ടനൊരു ഉറക്കം മസ്റ്റാണ് കേട്ടോ. ഏട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഈ കുട്ടിനും ഉറങ്ങി. അപ്പോൾ ഏട്ടനും ഉറങ്ങുകയാണ്. അപ്പം ഞാനും എന്തായാലും ഉറങ്ങട്ടെ. അപ്പം നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ കുട്ടിനാണെങ്കിലോ എങ്ങോട്ടേലും പോകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സന്തോഷം വേറെ ഇല്ലേ. എങ്ങനെ പോകണമല്ലേ? അങ്ങനെ ഇതാ അപ്പം നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ കേട്ടോ. കുറച്ചിങ്ങോട്ട് വരാനുള്ളൂ. അയ്യപ്പൻകാവ് അമ്പലമാണ്. ഹായ്, നീ തൊഴു പൊന്നാ, ഇവിടെ നിന്ന് തൊഴു. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവിടെ നമുക്കൊരു സ്ഥലത്തേക്കും കൂടി പോകാണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റാണ്ട് ഈ കുട്ടിന്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ നേരെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കർമ്മ റോട്ടിക്കാണ് പോണത്. അപ്പം എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നല്ല രസമാവുമല്ലോ. അല്ലെങ്കിൽ കർമ്മ റോഡ് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ അവിടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത്രയും ആൾക്കാരെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളിതാ കർമ്മ റോട്ടിക്ക് എത്താനായി. അപ്പോൾ ഇത് പൊന്നാനി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണ് നല്ല തിരക്ക്, പറഞ്ഞാൽ നല്ല തിരക്ക്. അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നേ.
അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അല്ലെങ്കിലും നല്ല രസമാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാൻ. അവിടെ ഇങ്ങനെ നിന്നിട്ട് നല്ല കാറ്റ് കൊള്ളിയിരുന്നിട്ട് ഞങ്ങൾ. അപ്പോൾ ഈക്കുട്ട അതാ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈക്കുട്ടിന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് ആ തോണിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നേ. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഇവിടെ ബോട്ട് സർവീസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറ്. എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പെരുന്നാൾ പിന്നെ ഞായറാഴ്ച അങ്ങനെ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. ഞാൻ അതുവരെ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയാണ്, അതുകൊണ്ട് കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ കരയട്ടെ. ഞാൻ എടുക്കണം ഈ കുട്ടിനെ എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ ഞങ്ങൾ നടക്കണ വഴിക്ക് ഇതാ ഇവിടെ ചെറിയൊരു ഗാനമേള നടക്കുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് ഈ കുട്ടിനും അച്ഛനും കൂട്ടി നല്ല ഡാൻസ് കളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടി എപ്പോഴും ആ ഡാൻസിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ. ഭയങ്കര തുള്ളിച്ചാട്ടാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കട്ടെ വിചാരിക്കും. എന്തായാലും തിരക്കല്ലേ, ഒന്നും നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. ഏട്ടതപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കാട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ എവിടെയും നിർത്താൻ പറ്റണില്ല, നല്ല തിരക്കും. പിന്നെ എവിടെയും സ്ഥലവും ഇല്ല ഇരിക്കാൻ. എല്ലായിടത്തും കണ്ടില്ലേ ഭയങ്കര തിരക്ക്, പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റ് ഇപ്പോൾ കുറേ നടന്നിട്ട് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട. കാരണം നേരം വൈകിണ്ടായിരുന്നു. കാരണം കടിയൊക്കെ ചൂടാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്. പക്ഷെ നല്ല ചൂടോടക്കനെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ വലിയ ദിവസം. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.